17 കണ്ടാണ്. ഒറ്റൊന്നായിട്ട് മൈൻഡ് ചെയ്യടാ. എന്തൊരു നേരെ ഇത് സർവൈവൽ മൈൻഡ് ചെയ്യുന്നത് മൈൻഡ് ചെയ്യല്ലേ. ഓക്കെ, ഫുള്ള് മൈനിങ് ആണ്. ഒരു പറ്റുവാണെങ്കിൽ ഒരു ഡയമണ്ട് പിക്കേക്സ് എന്താണ് ഉണ്ടാക്കണം ടൈസ്. ഡയമണ്ട് പിക്കേക്സ് ഉണ്ടാക്കണം, അതുപോലെ ലാവ പൂള് കണ്ടെത്തണം ടൈസ്. എന്നാലാണ് ഒപ്സൈഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഫുള്ള് ഇവിടെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യണം കേട്ടോ. അതാണ് നമ്മുടെ ടാർഗറ്റ് അല്ല, അങ്ങനെ പറ്റുള്ളൂ. നമ്മൾ ഞാണല്ലോ സെറ്റ് ചെയ്യുന്നത്. ഇതെന്താ അവസ്ഥയുടെ മൊത്തം കേവാണല്ലോ. എനിക്കാണെങ്കിൽ കേവിൽ പോകാൻ പറ്റൂല കേസ്. കാഞ്ചാ മെനക്കേടാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു കോളെങ്കിലും ഉണ്ടെങ്കിൽ പക്ഷേ കോളൊന്നുമില്ല. ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തു. ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. അതാണ് ഒരു ഷീൽഡ് ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് കേസ് ഇറങ്ങി. പക്ഷേ ഷീൽഡ് ഇല്ലാതെ ഇറങ്ങിയിട്ട് ഒന്നും കിട്ടാനില്ല. അത് കിട്ടി. ഓക്കെ, താങ്ക്സ്. ഏകദേശം ഡിസ്ലൈറ്റോളായി. പക്ഷെ എനിക്ക് അയം കിട്ടിയില്ലേ. അതെന്താ അവസ്ഥയുടെ അയം കിട്ടാത്ത അവസ്ഥ പോലും. അയൺ എത്രയിലായിരുന്നു കിട്ടുക? എനിക്ക് 16, 17 ആ ലെവലിലാണ്. ഏത് കോളിരിക്കുന്നതാണ് 16, 17 ലെവലെന്ന് തോന്നുന്നു എനിക്ക്. എന്നുവെച്ചാൽ എനിക്ക് അതിന് ഇതുവരെ കിട്ടിയിട്ടില്ല. പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് ഡൗട്ടുണ്ട്. നോക്കാം. ലാസ്റ്റ് ഫാൻ അയൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അയൺ അപ്പോൾ ഇനി വല്ല ഡയമണ്ടും കിട്ടിക്കഴിഞ്ഞാൽ അതായി. ഫുഡ് ആർമർ സെറ്റ് ചെയ്യാനുള്ള അയണൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു. നോക്കാടെ. -8 ഞാൻ എൻ്റെ അയണിലൂടെ -8 ഇച്ചിരി ഒന്ന് നോക്കണം കേസ്. എനിക്ക് അത്യാവശ്യം അയൺ ഇവിടുന്ന് കിട്ടി. ഇവിടുന്ന് മാത്രം എത്ര അയൺ കിട്ടും നോക്കാം. അത്യാവശ്യം നല്ല അയൺ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടുന്ന് മാത്രം പൊളിച്ച് ഉണ്ട്. 16 അയൺ ഇവിടുന്ന് മാത്രം കിട്ടി. ഞാനന്ന് ഈ ഒരു ലെവലിനൊന്ന് പോയി നോക്കട്ടെ വേറെ അയണം തോന്നുന്നു. അടിപൊളി. അപ്പോൾ -8 കണ്ടാന്ന് തോന്നുന്നു അയണിൻ്റെ ഏരിയ. കറക്റ്റ് അറിഞ്ഞൂടെ. എനിക്ക് അയൺ ഇവിടുന്ന് വീണ്ടും കിട്ടുന്നതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ഞാൻ ഇച്ചിരി അങ്ങ് പോന്നപ്പോൾ അതാണ്ട് വീണ്ടും ഒരു അത്യാവശ്യം നല്ല അയൺ കിട്ടി. ഓക്കെ, ഇനി കിട്ടുന്ന അയണൊക്കെ ഓഫ് ക്യാമറ ആയാലും ഞാൻ ചെയ്യട്ടെ. ഗ്രൈൻഡ് ചെയ്യാം, അത് പറ്റുള്ളൂ. കിട്ടുന്ന മൊത്തം കിട്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കും. അതുകൊണ്ടാണ് കഴിച്ച് പൊട്ടിയല്ലോ. ക്രാഫ്റ്റിൻ്റെ ബ്ലഡ് എന്നാൽ ഞാൻ ചെയ്തോളാം. സോ ഗൈസ്, അങ്ങനെ മൊത്തത്തിൽ ഒരു സ്റ്റാക്കും 4 നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയും നമ്മൾ ഇതിൻ്റെ പുറകെ പോകുന്നില്ല. മതി സോറി മടുത്തരേ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പരിപാടിക്ക് പോവാം. ഇതിപ്പോൾ ക്രാഫ്റ്റ് ടേബിൾ എന്തെങ്കിലും ഓക്കെ. ഇതിപ്പോൾ അത്യാവശ്യ ഘട്ടത്തിന് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയതാണ്. ഒന്ന് ഫുൾ ആർമർ ആയിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ ഇറങ്ങാമല്ലോ ഗൈസ്. അതിന് വേണ്ടി മാത്രം ഒന്ന് സെറ്റ് ചെയ്തതാട്ടോ. ഓക്കെ, ക്രാഫ്റ്റിൻ്റെ സ്മെൽട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. സോറി, ഫർണസർ. യെസ്, ഇതിനകത്ത് ഒരു സ്റ്റാക്ക് വെച്ചേക്കും. കോളൊക്കെ ഇഷ്ടം മാതിരി ഉള്ളതുകൊണ്ട് വിഷയമില്ല. ഫുഡും ഉണ്ട് നല്ലോണം. ഓക്കെ, ഇനി നമുക്ക് താഴോട്ട് ഞാനങ്ങ് ഇപ്പോൾ മൈനിങ് തുടങ്ങിയാൽ ജസ്റ്റ് ഞാൻ എന്താണ് താഴോട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇനി ഒരു ഡയമണ്ട് ഉണ്ടാക്കുക, പിന്നെ ലാവ പൂൾ കണ്ടെത്തുക, പിന്നെ അതിന് ശേഷം ഒബ്സീഡിയൻ അവിടെ തന്നെ ഒബ്സീഡിയൻ ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്ന് തന്നെ നമ്മൾ നെതറിലേക്ക് പോട്ടെ. അതാണ് ഇപ്പോഴത്തെ പ്ലാനിങ്. അവിടെ തന്നെ ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്ന് തന്നെ ക്രാഫ്റ്റോ ക്രിയേറ്റ് ചെയ്യുക എന്തെങ്കിലും ആവട്ടെ. അത് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ നെതറിക്കും. പിന്നെ നെതറിൽ നിന്ന് നേരെ എവിടെയെങ്കിലുമൊക്കെ വേറൊരു ഹോട്ടൽ വേറെ അങ്ങോട്ടെങ്കിലേക്കും ഒരു ബോട്ടലും കൂടെ ഉണ്ടാക്കും. അതിനുള്ള സംഭവം കൂടെ എടുത്തിട്ട് നമ്മൾ പോകും. എന്നിട്ട് വേറെ അങ്ങോട്ടെങ്കിലും ഒരു ബോട്ടലും കൂടെ ആക്കിയിട്ട് വേറെ സ്ഥലത്തേക്ക് ചാടും. അവിടുന്ന് എൻ്റർപ്രേഡ് വേണം. എൻ്റർപ്രേഡ് തപ്പണം ഗൈസ്. പറഞ്ഞാൽ എൻ്റർപ്രേഡ് ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല. കുറച്ചേരത്തെ പരിപാടി ഉണ്ട് ഗൈസ്. ഇവിടുന്ന് ഫ്രണ്ട്സുമായി കളിക്കുമ്പോൾ എളുപ്പമാണ്. സംസാരിച്ച് കളിക്കുമ്പോൾ എളുപ്പമാണ് ഗൈസ്. പക്ഷേ ഫ്രണ്ട്സ് ഇല്ലാതെ ഒറ്റയ്ക്ക് അങ്ങ് കളിച്ച് കഴിഞ്ഞപ്പോഴാണ് ഗൈസ് സത്യം പറയാലോ ഒരുമാതിരി പട്ടിപ്പണി എടുക്കുന്ന ഫീൽ തോന്നുന്നു. സീരിയസ്ലി
ഓക്കെ ഇത് ഇനി കുറേ നേരത്തെ പരിപാടി ഉണ്ട്. എന്തെങ്കിലും മൈൻഡ് ചെയ്ത് ഇനി ഒരു എന്തായാലും ഡയമണ്ട് പിക്കേഴ്സ് ആക്കണം. ഡയമണ്ട് പിക്കേഴ്സ് ആക്കിയാലേ ലാവപ്പൂൾ കണ്ടെത്തിയിട്ട് കാര്യമുള്ളൂ. പിന്നെ വാട്ടർ വേണം ഗൈസ്. വാട്ടർ പിന്നെ നമുക്ക് കേവിലേക്ക് ഇതിൻ്റെ ഏറ്റവും പൊക്കത്ത് നിന്ന് കഴിഞ്ഞാൽ വാട്ടർ കിട്ടും. ഒരു കേവ് കിട്ടിയിട്ടുണ്ട്, ടോർച്ചില്ല. അപ്പോൾ ഈ കേവിൽ ഇറങ്ങാൻ പോകട്ടെ ഗൈസ്. കാരണം വെച്ചാൽ നമുക്ക് അയൺ കിട്ടിയല്ലോ. അയൺ കിട്ടിയതുകൊണ്ട് ഞാൻ ആ കേവിൽ ഞാനങ്ങ് ഇറങ്ങാൻ പോവാണ്. ഓക്കെ ഫുൾ ആർമർ സെറ്റ് ചെയ്ത് ഞാൻ ആ കേവിൽ ഇറങ്ങാൻ പോവാണ്. ഇവിടെ റീസ്പോൺ സെറ്റ് ചെയ്ത് ആ കേവിലേക്ക് ഇറങ്ങട്ടെ, അതായിരിക്കും അത് എളുപ്പമല്ലോ. റീസ്പോൺ സെറ്റ് ചെയ്ത് കൈ മൊത്തം ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. കൈ മൊത്തം ക്ലിയർ ചെയ്യാത്ത കാര്യമില്ല. ഓക്കെ ബെഡ് എടുത്തേക്കാം. റീസ്പോൺ ഇവിടെ സെറ്റ് ചെയ്യാം. പിന്നെ റീസ്പോൺ നമ്മുടെ കയ്യിൽ വേറെ ഇച്ചിരി സെറ്റപ്പ് റീസ്പോൺ സെറ്റ് ചെയ്യാൻ, പക്ഷേ നൈറ്റ് ആയിരുന്നു ഉറങ്ങി ഗൈസ്. 3 ദിവസമായിട്ടുള്ളൂ കേട്ടോ. 3 ദിവസം കൊണ്ടാണ് ഞാൻ ഇത്ര പരിപാടി ചെയ്തത്. ഗ്രൈൻഡിങ് എന്ന് ചോദിച്ചാൽ ഇത് നല്ല ലെക്കുള്ള സ്ഥലം കേട്ടോ. അതുകൊണ്ട് എനിക്കൊരു ആശ്വാസമുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടൂല ഗൈസ്. 2 ദിവസം ഉറങ്ങിയിട്ട് തന്നെ ഇല്ല. ഒരു ദിവസമാണ് ഗൈസ് ഉറങ്ങി, ബാക്കി 2-3 ദിവസം ഉറങ്ങിയില്ല. കളിയാണ് മൊത്തം. എന്തടേ ഞാൻ ചെയ്യാൻ വന്നത്? ജസ്റ്റ് കൂടെ വേണമല്ലോ. ജസ്റ്റും കൂടെ സെറ്റായി കൊള്ളായിരുന്നു. ചെസ്റ്റ് കൊണ്ടുണ്ട്. ഇത് നമ്മുടെ കയ്യത്തെ ചവറുകൾ മൊത്തം ഒന്ന് ഇവിടെ ഇവിടെയൊന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചവറ് മുഴുവൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം മതി. അതിന് വേണ്ടിയാണ്. ചവറല്ലല്ലോ, ചവറായിട്ടുള്ളത് ഇപ്പം നമ്മുടെ ഇത് ചവറാണ്. നമുക്ക് ഇത് ചവറാണ്, ഇത് ചവറാണ്. ഇതൊക്കെ ഇതൊന്നും ഗ്രാവലൊന്നും വേണ്ടേ. പകുതി സാധനം ഞാൻ ഒഴിവാക്കുകയാണ്. ഇഷ്ടമാതിരി ഒപ്സൈഡ് എല്ലാം ഉണ്ട്. ഇതൊക്കെ ഒഴിവാക്കി വിടുകയാണ്. നമ്മൾ ഇനിയും മൈന് ചെയ്യുമല്ലോ. ഒരു 2-3 സ്റ്റാക്ക് നമ്മുടെ കയ്യിലിരുന്നോ, ഒരു 2-3 സ്റ്റാക്ക് നമ്മുടെ കയ്യിലിരുന്നോട്ടെ. ബാക്കിയെല്ലാം ഞാൻ അങ്ങോട്ടേക്ക് എറിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല. പോട്ടെ സ്ഥലം ക്ലിയർ ആട്ടെ. ഷവലിൻ്റെ ആവശ്യമൊന്നും ഇല്ല. പിന്നെ ഷവൽ ഇപ്പോൾ കയ്യിരുന്നോട്ടെ, എന്തെങ്കിലും ആവശ്യം വന്നാലോടെ. എനിക്കൊരു ഫുൾ ആർമർ സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ ഒരു ചെസ്റ്റ് പ്ലേറ്റ്, ഒരു ഹെൽമെറ്റ്, ഒരു ലെഗിൻസ്, ഒരു ബൂട്ട്, ഒരു സോഡ്, നല്ലൊരു സോഡും കൂടെ എൻ്റെ കയ്യിൽ സെറ്റാക്കിയിട്ടുണ്ട്. ആ സാറില്ല, സ്റ്റോൺ സോഡ് അവിടെ കിടന്നോട്ടെ, നമുക്ക് പിന്നെ സെറ്റാക്കാം. ഓക്കെ നമ്മൾ അങ്ങനെ ഫുൾ ആർമർ ആയിട്ടുണ്ട്. ചെസ്റ്റ് പ്ലേറ്റും കൂടെ ഒന്ന് സെറ്റാക്കി, സോറി നമ്മുടെ ഇവനെയും കൂടെ സെറ്റാക്കണം ഗൈസ്. ആരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേര് ഷീൽഡ്, ഷീൽഡും കൂടെ സെറ്റാക്കണം. ഓക്കെ നമുക്ക് ഷീൽഡും സെറ്റായിട്ടുണ്ട്. നമുക്കൊരു ഫിൻഡർ സ്റ്റീന് അങ്ങനെ ഫിൻഡർ സ്റ്റീൽ സെറ്റ് ചെയ്യാം. പിന്നെ ഇതും നമുക്ക് ആവശ്യമില്ല, അതിൽ അതും തട്ടിക്കളയാം. ഇതും ആവശ്യമില്ല, ഇതും തട്ടിക്കളയാം. ഫുള്ള് ബാക്കിയൊന്നും ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഗൈസ്. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അയൺ ഇവിടെ കിടന്ന് ആവട്ടെ എന്ന് കരുതിയാലോ ഗൈസ്. ബാക്കി അയൺ കളയണം, വെറുതെ അയണൊക്കെ കളഞ്ഞ് അവസ്ഥയാക്കണം. ബാക്കി അയൺ ഇവിടെ കിടന്നോട്ടെ, നമുക്കിവിടെ തിരിച്ച് വരാം. അല്ലാണ്ട് കാര്യമില്ല. ഞാൻ തിരിച്ച് വരുന്നില്ല, മൊത്തമാണ് തിരിച്ച് വേണ്ട. ഈ സ്ഥലം എങ്ങാനും കഴിഞ്ഞ് പോയാൽ പോയതാ ഗൈസ്. ഞാനിപ്പോഴാണ് ചിന്തിച്ചത്, ഈ സ്ഥലം കഴിഞ്ഞ് പോയാൽ പോയി, പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് വേണ്ട. ഇതിപ്പോൾ എത്രയാവും? ഒരു സ്റ്റാക്കിൻ്റെ മേലെ ഉണ്ടെന്ന് സാരമില്ല. ഇത് ഫുള്ളൊന്ന് വുഡാക്കി പ്ലാങ്ക് ആക്കി വെച്ചേക്കാം. ഒറ്റ ഷീൽഡ് മതി, ഒറ്റ ഒരെണ്ണം മതി. 2 സ്റ്റാക്കും 2 എണ്ണവും ഒന്നുണ്ട്. ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങനെ എടുക്കുക, ഇതിങ്ങനെ എടുക്കുക. അപ്പോൾ അതുകൊണ്ട് സ്റ്റിക്കാവും. അപ്പോൾ ഒരെണ്ണം കൂടെ ഒഴിഞ്ഞിട്ടി. പിന്നെ ഇതിനകത്തുനിന്ന് ഒന്നെടുക്കുക, ഇതൊന്നെടുക്കുക. സ്ഥലം കണ്ടെത്തുന്ന ടൈസ് വേറെ ഒന്നും തോന്നില്ല. ഓക്കെ ഇനി നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം. ഓക്കെ ഒരു പിക്കാക്സ് അതവിടെ കയ്യിൽ വെച്ചേക്കാം. ഓക്കെ പിന്നെ സാധാ സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കിയ കാരണം വെച്ചാൽ ഇപ്പോൾ വെറുതെ ഫുള്ള് അയൺ മൊത്തം തീർത്തിട്ട് ഗ്ലാസ് വാങ്ങി അയണില്ലാതെ നെറ്റിട്ട് ഓടണ്ട, അതിന് വേണ്ടിയാണ്. ഒരു സാധനം ഉണ്ടാക്കിയില്ല, ടോർച്ച് ഉണ്ടാക്കിയില്ല. സ്റ്റിക്ക് വീണ്ടും ഉണ്ടാക്കണം ഗൈസ്. സ്റ്റിക്ക് ഉണ്ടാക്കുക. 48 ടോർച്ച് സെറ്റ് ചെയ്യാം.
ലാഭിഷ് ടോർച്ച് ഇൻഡസ്ട്രിയിൽ കഴിയുന്നോട്ടെ. ഇവിടെ ഞാൻ 2 ഷീൽഡ് ഉണ്ടാക്കിയോടെ. അയ്യേ ഒരായം വെറുതെ പോയിടെ. ഓക്കെ അതവിടെ തിരിച്ചു വച്ചേക്കാം. ഇനി 20 കൂടെ ഉണ്ടത് ആവട്ടെ. ഓക്കെ നമ്മളങ്ങോട്ട് ഇറങ്ങാൻ പോവാണ്. പോയി ഫുൾ അയനെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ അയം പോയതാട്ടെ ഉള്ളൂ. അത്യാവശ്യം സാധനങ്ങളും പോയതാ. ഓക്കെ ഇനി അങ്ങോട്ടേക്ക് ഗൈസ് ആ കേവിലൊന്നും ഇല്ല കേട്ടോ. ഞാൻ കയറി നോക്കി ഒരു അബദ്ധ കേവാട്ടോ ഗൈസ്. കേവ് കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ താഴോട്ടുണ്ട് ഗൈസ്. ആ കേവൊക്കെ എന്നെ പറ്റിക്കാൻ കുഞ്ഞ് കേവ് ഗൈസ്. തട്ടിപ്പ് കേവുകളും കൊണ്ട് ഇറങ്ങിയിരിക്കുന്ന ഭയങ്കരമായിട്ട്. ഇതൊക്കെ എന്താ ചെയ്യണ്ടേ? ഞാൻ നോക്കുമ്പോൾ 4 കേവോളം ഞാൻ ഇറങ്ങി. അത് മൊത്തം ഈ കുഞ്ഞ് കേവ് കിട്ടും. കാണുമ്പോൾ വലിയ കേവ് പോലൊക്കെ തോന്നും. അടിയിലേക്കൊക്കെ താന്ന് ഭയങ്കര ചെറിയ കേവാട്ടോ എല്ലാം വരുത്തുന്നത്. അതിന് നമ്മൾ 59 -59 ലാവ മാത്രമല്ല നമ്മുടെ ഡയമണ്ട് ഉള്ളത് -59 അതിനകത്തേക്ക് ജാവോ ഗൈസ് 59 ആയത് അറിഞ്ഞില്ല. ഞാൻ വീണ്ടും മൈൻഡ് ചെയ്തോണ്ടിരിക്കുന്നു. നോക്കുമ്പോൾ ഇതെന്താ ഇത്ര പെട്ടെന്ന് ബെഡ്റോക്ക് എത്തി. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക ഗൈസ്. ഓക്കെ അപ്പോൾ 59 എത്തി. 59 58 നോക്കിയാൽ മതി. അപ്പോൾ 59 ലെവലിൽ നേരെ സ്ട്രൈറ്റ് മൈനിങ് ആട്ടോ. ഫുള്ള് സ്ട്രൈറ്റ് മൈനിങ്ങും അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജാവ ഫുള്ള്. ഒരു പിക്കാക്സാണ് എൻ്റെ ലക്ഷ്യം. പിന്നെ ലാവപ്പൂളും. പിക്കാക്സും ലാവപ്പൂളും ഇതാണ് എൻ്റെ ലക്ഷ്യം കേട്ടോ. സീഡൻ ഉണ്ടാക്കണം തന്നെയാണ് ലാവപ്പൂൾ കേട്ടോ. അപ്പോൾ അത് സെറ്റാക്കണം. ഇനി അതെന്തെങ്കിലും തപ്പി കണ്ടെത്തിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാടെ.